ഈ ഇൻഡിഗോയുടെ ഈ വിമാനങ്ങൾ നിശ്ചലമായ സമയത്ത് മറ്റ് വിമാന കമ്പനികൾക്ക് കോൾ അടിക്കുകയായിരുന്നു. അതായത് 10,000 രൂപകളെടുത്തൊക്കെ 60,000, 70,000, 80,000 ഒക്കെയാണ് ടിക്കറ്റ് നിരക്ക് വന്നത്. കാരണം എല്ലാവരും ഈ കാര്യത്തിൽ അവസരം കിട്ടുമ്പോൾ ഊറ്റുക എന്നുള്ളതാണ്. നമ്മുടെ വിമാന യാത്രാ നിരക്ക് ഡീറെഗുലേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. വിമാന കമ്പനികളാണ് നിരക്ക് തീരുമാനിക്കുന്നത്. അവർക്ക് അവരുടേതായ അൽഗോരിതം കൊണ്ട് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും. അപ്പോൾ ഇന്ത്യയ്ക്ക് അടി കിട്ടിയ സമയത്ത് മറ്റുള്ളവർ അതിൽ ലാഭം കൊയ്യാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ അല്പം മുമ്പ് ഒരു 3-4 മണിക്കൂർ മുമ്പ് വ്യോമയാന മന്ത്രാലയം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അധികം പൈസ കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് 500 കിലോമീറ്ററിന് 7,000, 8,000 കൂടുതരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അത് തന്നെ എങ്ങനെ പാലിക്കപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ വേണമെങ്കിൽ സർക്കാരിന് ഈ വിമാനയാത്രാക്കൂലി നിയന്ത്രിക്കാനും പറ്റും എന്നല്ലേ അത് തെളിയിക്കുന്നത്? തീർച്ചയായും. ആക്ച്വലി ഒരു പ്രവാസ ലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഉത്സവ സീസൺ ഡിസംബറാണ്. ക്രിസ്മസ് ഉണ്ട്, സ്കൂൾ വെക്കേഷൻ ഉണ്ട്, അത് മറ്റ് ആഘോഷങ്ങളുണ്ട്. ധാരാളം യാത്രക്ക് തയ്യാറാവുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വലിയ പണ്ട് തന്നെ പ്രവാസ ലോകത്തുള്ള ആളുകൾ യാത്രാക്ലേശത്തിൽ അല്ലെ ഈ വിമാന നിരക്കിൻ്റെയും ടിക്കറ്റ് നിരക്കിൻ്റെയും അതുപോലുള്ള ഈ കട്ട് ചെയ്യുന്നതിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ അത് പരിഹരിക്കും. അതിന് പലവിധ നിയമയുദ്ധങ്ങളൊക്കെ നടത്തി ഗവൺമെന്റ് ഈയിടക്കും മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നപ്പോൾ പ്രതീക്ഷിക്കും നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓരോ അവസരങ്ങളും. ഇപ്പോൾ എല്ലാ വിമാന കമ്പനികളും ഇപ്പൊ എല്ലാ കാലത്ത് പറക്കുമ്പോൾ ഒരേ ഇന്ധന ചെലവും ഒരേ സാലറിയും ഒരേ സെറ്റപ്പും ഉണ്ടായിട്ടും അത് ഇതുപോലെ സീസണിൽ എക്സ്ട്രാ വാങ്ങിക്കുന്നത് അത് മനഃപൂർവമായ ഒരു 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 കൊള്ള തന്നെ എന്നാണല്ലോ പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് ഇൻഡിഗോയുടെ ഈ ഒരു ഡിസിഷൻ മുഖേനയുള്ളതാണ്. ആക്ച്വലി ഇത്രയും ഒരു വികസിച്ച കാലഘട്ടത്തിൽ, ടെക്നോളജി വികസിച്ച കാലഘട്ടത്തിൽ വളരെ ഈസിയായി കാര്യങ്ങൾ നീങ്ങേണ്ട ഘട്ടത്തിൽ ഇന്ത്യ ഒരുപാട് ലോകത്തിന്റെ പല സംഭവത്തോടും ഉയർന്നു നിൽക്കുന്ന വികസനമുള്ള ഘട്ടത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അത് വിമാന കമ്പനിയുടെ പിഴവാണെങ്കിലും അല്ല അതിൻ്റെ മാനേജ്മെന്റിന്റെ മിസ്റ്റേക്ക് ആയിരുന്നാലും അല്ല ഗവൺമെന്റ് റൂള് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ചെയ്യാനായിട്ട്. എന്നിട്ടാണ് ഈ ആയിരക്കണക്കിന് ആളുകളുടെ ഇപ്പോൾ വാസ്തു ലോകത്തേക്ക് തന്നെ വരുന്ന പല ആളുകളും പല എയർപോർട്ടിലും തങ്ങിക്കിടക്കുകയാണ്. ലോക്കൽ ഡൊമസ്റ്റിക് ആണ് കൂടുതൽ ഇഷ്യൂ ഉണ്ടെങ്കിലും അവരൊക്കെ യാത്ര ചെയ്യേണ്ടത് പലരും ഇങ്ങോട്ടൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ ഇപ്പോ മറ്റ് വിദേശ കമ്പനികൾ എക്സ്ട്രാ ഫീസ് വാങ്ങിക്കുന്നില്ല, എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് കിട്ടിയൊരു അവസരം തന്നെയാണ്. ഈ ഒരു വിഷയമൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യയെ കുറിച്ച് എന്തൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു എയർലൈൻസ് എന്ന നിലയിൽ ഇന്ത്യയിലെയും വിദേശത്തെയും യാത്രാ സൗകര്യങ്ങൾ വളരെ വൃത്തിക്ക് പോയി എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളാണ്. അപ്പോൾ ഇഷ്ടാനുസരണം ഇപ്പോൾ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് തന്നെ ധാരാളം ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു, ആളുകൾക്ക് സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നു. വിദേശത്തും ധാരാളം, ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത് എക്സ്പ്രസ്സിന് പോലും അതിൽ കൂടുതലോ ഇൻഡിഗോയാണ്. ഒരു നല്ല രീതിയിൽ പോകുന്നു, പൈസ ചെലവ് വന്നാലും. പക്ഷേ ഈ ഒരു ഡിസിഷൻ വല്ലാതെ, കാരണം അത് ഒരു പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇതിനൊക്കെ എത്ര പരിഹാരങ്ങളുണ്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ. ഇങ്ങനെ ഒരു സമരമുഖത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഡിസോർഡർ ആക്കുക, അതിൻ്റെ ആവശ്യമില്ലാതെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടോ ഒരു ടാക്സി ട്രാൻസ്പോർട്ടോ അല്ലല്ലോ ഇത് എയർലൈൻസ് അല്ലേ. ഇതിനെ കൈകാര്യം ചെയ്യാൻ ഇൻഡിഗോക്ക് എന്തെങ്കിലും തൻ്റെ ഇടം കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ പരിഹരിക്കാൻ എന്തൊക്കെ സംവിധാനമുണ്ട്. ഈ ഒരു സാമ്പത്തികം കൊടുത്താൽ പോലും ഇപ്പോൾ റീഫണ്ട് പിന്നെ ഒരു ഇഷ്യൂ, ഇപ്പോൾ ഗവൺമെന്റ് ഡിസിഷൻ വന്നു. ആ ഡിസിഷൻ ഒന്നും ഒരു തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹാരമുള്ളതാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായും അതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്ന പെട്ടെന്നൊരു നിരക്ക് നിശ്ചയിച്ചു എന്നതൊന്നും ഒരു പ്രതീക്ഷ നൽകുന്നതല്ല. ഇതൊക്കെ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. മറ്റ് വിമാന കമ്പനികൾക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കുകയാണ്. അതുകൂടാതെ ഒരു സന്തോഷം, നോർമലായി യാത്ര ചെയ്തു പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ലേ വന്നത്.